ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പേരിലാണ്. സോ നമ്മൾ ആദ്യം നിഫ്റ്റി നോക്കാം. ഇന്നലെ നിഫ്റ്റി 22.75 പോയിന്റ് കൂടിയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്നലെ ശരിക്കും പറഞ്ഞാൽ 24,688 വരെ നിഫ്റ്റിയുടെ ഹൈ പോയി. പക്ഷേ 24,644 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഓപ്പൺ 24,627 സോ ദാറ്റ് മീൻസ് ഓപ്പണിൻ്റെ അടുത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നാച്ചുറലി മേളിൽ ഒരു അപ്പർ വീക്ക് വരണം. സോ അപ്പർ വീക്കാണ് വന്നിരിക്കുന്നത്. നിഫ്റ്റിയുടെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് പോലെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് സോൺ 24,590 24,540 ഇടയ്ക്കുള്ളൊരു സോണാണ്. സോ അവിടുന്ന് നിഫ്റ്റി ഒന്നുകൂടെ താഴെ പോവുകയാണെങ്കിൽ 24,490 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതകൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. ഇതാണ് ബേസിക് നിഫ്റ്റിയുടെ സപ്പോർട്ട് സോൺ. ആസ് പെർ ദ മാർക്കറ്റ് ഡേറ്റ വെച്ച് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നത് DAs ആണ്. അവർ 529 കോടിയുടെ ആണ് നെറ്റ് സെല്ലിംഗ് നടന്നത്. ആൻഡ് FIs നെറ്റ് ബൈയിങ് ആയി, ബയേഴ്സ് ആയിട്ട് മാറി. അവർ 1,271 കോടിയുടെ സ്റ്റോക്കാണ് നെറ്റ് മേടിച്ചത്. പ്രൊഫഷൻ NSE എന്നുള്ള ഡേറ്റ് വെച്ചാണ് പറയുന്നത്. ദാറ്റ് മീൻസ് DAs 14,936 കോടിയുടെ സ്റ്റോക്ക് മേടിച്ചപ്പോൾ DAs 15,465 കോടിയുടെ സ്റ്റോക്ക് വിറ്റു. അസം FIs 14,452 കോടിയുടെ സ്റ്റോക്ക് മേടിച്ചപ്പോൾ FIs ഓഫ്ലോഡ് ചെയ്തത് 13,211 കോടിയുടെ സ്റ്റോക്കാണ് ഓഫ്ലോഡ് ചെയ്തത്. സോ ഇതാണ് ബേസിക് മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ. സോ മാർക്കറ്റ് ബഡ്ജറ്റൊക്കെ വരുവാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വോളറ്റൈൽ ആണെന്ന കാര്യം നമുക്കറിയാൻ സാധിക്കും. സോ വോളറ്റൈൽ മാർക്കറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്ങനെ നിൽക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഫാക്ടറാണ്. ബി കെയർഫുൾ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഫാക്ടർ വോളറ്റൈൽ മാർക്കറ്റ് നിൽക്കാനായിട്ട്. നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ ലെവലുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ. അത് ആ ലെവലെന്ന് പറയുന്നത് 52,294 മേളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ അതൊരു പ്ലസ് പോയിന്റിലേക്കും പോകാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴും 52,396 നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ശരിക്കും സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ശരിക്കും 52,396 മുതൽ ഒരു 52,130 വരെയുള്ള റേഞ്ചിൽ സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ വല്ല പ്രധാനപ്പെട്ട ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പോർട്സിൻ്റെ ശരിക്കും ഡീറ്റെയിൽസ് ഫിസ്ക്കൽ ഇയറിലെ, അതായത് ആദ്യത്തെ 3 മാസം എക്സ്പോർട്ട് ശരിക്കും എന്താ പറയണ്ടേ $200 ബില്യൺ ക്രൂസ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് കമൻറ്റബിൾ പെർഫോമൻസ് ആണ് ഡേറ്റയായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഹോൾ ഇയറിൽ $800 ബില്യൺ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഈ ഫിഗേഴ്സ് തരുന്നത് വലിയൊരു ക്വൈറ്റ് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലസ് പോയിന്റ് ആണ് ഈ ഫിഗേഴ്സ് തരുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ആസ് പെർ ദി ഡേറ്റ പ്രകാരം നമ്മുടെ കൺട്രി വി ആർ ടാർഗറ്റിംഗ് 20 കൺട്രീസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 6 മേജർ സെക്ടേഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബേസിക്കലി എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് പ്രൊഡക്ട്സ്. സോ ഈ ഇത്രയും സെക്ടറിൽ നിന്നുള്ള ഒരു എക്സ്പോർട്സാണ് ഈ $800 ബില്യൺ നമ്മളെ കൊണ്ടെത്തിക്കേണ്ട, നമ്മുടെ ടാർഗറ്റിൽ എത്തിക്കേണ്ട കാര്യം. സോ അത് ഒരു പക്ഷേ 200 മില്യൺ ഓൾറെഡി നമ്മുടെ കമ്പനിയുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഹയസ്റ്റ് പേരാണ് 200 മില്യൺ ഫസ്റ്റ് ഫിസ്ക്കലിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമൻറ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ $800 ബില്യൺ കടക്കാനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിൽ തീർച്ചയായും ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം, ജിയോ ഫിനാൻഷ്യൽ ഷെയർ റിസൾട്ട് വന്നതിന് ശേഷം സംതിങ് അറൗണ്ട് 3% ആണ് സ്ലിപ്പായത്. കമ്പനിയുടെ റിസൾട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഓക്കെ എന്ന് പറയാം. കുറച്ച് വീക്കാണ് റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ. കാര്യം കമ്പനിയുടെ YOY പെർഫോമൻസ് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിലെ 5.81% ഡിപ്പാണ് വന്നത്. അത് 312.63 ക്രോസിലാണ് വന്നിരിക്കുന്നത്. അവർ കമ്പയർ ടു എന്താ പറയണ്ടേ കഴിഞ്ഞ കൊല്ലത്തെ ഫിനാൻഷ്യലുമായിട്ട് നോക്കാൻ നേരത്തെ ഒന്ന് ഡൗൺ ആയി എന്നുള്ള ഒരു വലിയൊരു ഒരു കൺസേൺ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺസേൺ ആണുള്ളത്. സോ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. 0.89% ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയിരിക്കുന്നത്. കറസ്പോണ്ടിങ് ഇയറായിട്ട് നോക്കാൻ നേരം കറസ്പോണ്ടിങ് കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് 454 കോടി എന്നുള്ളത് ഇത്തവണ 417 കോടിയായിട്ട് കൂടി എന്നുള്ളത് ദാറ്റ്സ് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് സ്റ്റോക്ക് ഒരു ഡീസൻറ്റ് കറക്ഷൻ സ്റ്റോക്കിൽ സംഭവിച്ചു. ഓൾ ടൈം ഹൈ 395 എന്നാണ് സ്റ്റോക്ക് ഒന്ന് സ്ലൈറ്റ് ആയിട്ട് സ്റ്റോക്ക് ഒന്ന് താഴെ പോയത്. 335 വരെ സ്റ്റോക്കിൻ്റെ 335 സോണിൽ ഒരു പക്ഷേ സ്റ്റോക്കിൻ്റെ ഒരു കുഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും കറക്റ്റീവ് ആണെങ്കിൽ ഒരു പക്ഷേ 310-300 റേഞ്ചിൽ സ്റ്റോക്കിന് വീണ്ടും സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് ഹയർ സൈഡിൽ സ്റ്റോക്ക് 370 ക്രോസീവ് ആണെങ്കിൽ അതൊരു വലിയ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 370 എന്ന് പറയുന്നത് അത് ക്രോസീവ് ആണെങ്കിൽ ഒരു പക്ഷേ ഒരു ബ്രേക്ക്ഔട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ബ്രോക്കറേജസിൻ്റെ അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോക്കറേജസ് ആണ് തരുന്നത്. നമുക്ക് അതിന് പ്രത്യേക റോളൊന്നുമില്ല. സോ ആസ് പെർ ബ്രോക്കറേജസ് ഫിലിപ്പ് ക്യാപിറ്റലിൽ ഒരു ഇൻഷേറ്റ് കവറേജ് ഓൺ കോൾ ഇന്ത്യ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബൈ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞ ടാർഗറ്റ് പ്രൈസ് 615 രൂപയാണ്. പക്ഷേ ടൈം ഫ്രെയിം ഒന്നുമില്ല. സോ അവർ പറയുന്നത് 23% അപ്സൈഡ് ആണ് ഫിലിപ്പ് ക്യാപിറ്റലിൽ
കോൾ ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത്. സോ ആ പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗുമായിട്ട് നോക്കാൻ നേരത്തെ അവർ പറയുന്നത് കോൾ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, ഇന്ത്യയുടെ എനർജി ഡിമാൻഡിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കോർണർ സ്റ്റോൺ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് തെർമൽ പവർ ക്യാപെക്സിൻ്റെ ഒക്കെ റിവെയിൽ വരാൻ തിരിച്ച് ആ ക്യാപസിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ നേരത്തെ കോൾ ഇന്ത്യക്ക് സബ്സ്റ്റാൻഷ്യൽ വോളിയം ഗ്രോത്ത് കോൾ ഇന്ത്യ എക്സ്പെക്ട് ചെയ്യാൻ തീർച്ചയായും സാധിക്കും. അത് ഒരു ബെറ്റർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ആൻഡ് ഡിവിഡൻഡ് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നിർമ്മൽ ബാങ്ക് എന്ന് പറയുന്ന ബ്രോക്കറേജ് അവർ കവറേജ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഹഡ്കോയിൽ. സോ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലാണ് അവർ കവറേജ് നിശ്ചയിച്ചിരിക്കുന്നത്. അവർ ബൈ കൊടുത്തിരിക്കുന്നത് വിത്ത് ടാർഗറ്റ് ഓഫ് 375 ആണ്. അതുപോലെ തന്നെ സിറ്റി വോഡാഫോൺ ഐഡിയയിൽ ബൈ കൊടുത്തിരിക്കുന്നത് സിറ്റി കൊടുത്ത ടാർഗറ്റ് പ്രൈസ് 23 ആണ്. JP Morgan ഭാരതി എക്സാകോമിൽ JP Morgan പറഞ്ഞിരിക്കുന്നത് ഭാരതി എക്സാകോം ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അവർ പറഞ്ഞ ടാർഗറ്റ് പ്രൈസ് 1280 ആണ്. മോർഗൻ സ്റ്റാൻലി അപ്പോളോ ടൈസിൽ ഈക്വൽ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ടാർഗറ്റ് പ്രൈസ് 472. ആൻഡ് HDFC AMCയിൽ മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ടാർഗറ്റ് പ്രൈസ് 3640 ആണ്. ജെഫേഴ്സൺ HDFC AMC ബൈ ആണ് കൊടുത്തിരിക്കുന്നത്, ടാർഗറ്റ് പ്രൈസ് 4900. ഗോൾഡ്മാൻ സാക്സ് HDFC ലൈഫിൽ ബൈ പറഞ്ഞിരിക്കുന്നുണ്ട്, അവർ ടാർഗറ്റ് പ്രൈസ് 765 ആണ് പറഞ്ഞിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലി വരുൺ ബീവറേജിലെ ഔട്ട് പെർഫോമൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ടാർഗറ്റ് പ്രൈസ് ഓഫ് 1701 ആണ്. ജെഫേഴ്സൺ പറഞ്ഞിരിക്കുന്നത് അവർ മെയിൻറ്റെയിൻ ബൈക്കോൾ ആണ്. HDFC ലൈഫ്സിൽ 750 rupees ആണ് ജെഫേഴ്സിൻ്റെ ടാർഗറ്റ്. ജെഫേഴ്സൺ അതുപോലെ തന്നെ HDFC AMCയിലും ഒരു ബൈ പറഞ്ഞിട്ടുണ്ട്, 4900 ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡ്മാൻ സാക്സ് ടോറന്റ് ഫാമിൽ പറഞ്ഞിരിക്കുന്ന ബൈ ആണ്, ടാർഗറ്റ് 3215 ആണ്. ഗോൾഡ്മാൻ സാക്സ് ന്യൂലാൻഡ് ലാബ്സിലും ബയ്യ പറഞ്ഞിരിക്കുന്നത്, ടാർഗറ്റ് ഓഫ് 10,200 ആണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഏതാനും ബൾസെയിൽ മാർക്കറ്റ് നടന്നിട്ടുണ്ട്. സിഗ്നിറ്റി ടെക്നോളജി 1.57 lakhs ആണ് അഷിക ക്രെഡിറ്റ് ക്യാപിറ്റൽ മേടിച്ചിരിക്കുന്നത്. ഏറിസ് ലൈഫ് സയൻസ് 10.94 lakhs ആണ് ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ മ്യൂച്വൽ ഫണ്ട് മേടിച്ചിരിക്കുന്നത്. ഹൈടെക് പൈപ്സിൽ 7.56 lakhs ബൈ ആണ് രാജ് കൃഷ്ണൻ അഗർവാൾ മേടിച്ചിരിക്കുന്നത്. കപധേനു വെഞ്ചേഴ്സിലെ മിനർവ വെഞ്ചർ ഫണ്ട് മേടിച്ചിരിക്കുന്നത് 50 lakhs ആണ് മേടിച്ചിരിക്കുന്നത്. അതുപോലെ SG ഫിനാൻസിലെ APL ഇൻഫ്രാസ്ട്രക്ചർ മേടിച്ചിരിക്കുന്നത് 5 lakhs ബൈ ആണ് മേടിച്ചിരിക്കുന്നത്. റിലയൻസ് സെക്യൂരിറ്റീസിന്റെ ഒരു നോട്ട് വന്നിട്ടുണ്ട്. അവർ കാണുന്നത് ഹയർ അലൊക്കേഷൻസ് ആണ് ടുവേഴ്സ് റെയിൽവേ ആൻഡ് പവർ കാണുന്നത്. ആൻഡ് അത് ഒരുപക്ഷെ ആ ഒരു അലൊക്കേഷൻ റെയിൽവേയിലേക്കും പവറിലേക്കും പോകുന്ന അലൊക്കേഷൻ അത് ഇൻക്രീസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓർഡറിൽ കൺവേർഷനിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ സിഗ്നിഫിക്കൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് റോഡ്സിലുള്ളത്, എയർപോർട്ട്സിലുള്ളത്, സീ പോർട്ട്സിലുള്ളത്, വാട്ടർവേസ് ആൻഡ് ലോജിസ്റ്റിക്സിലുള്ളത്. കമ്പനി അതേസമയം ഈ ബ്രോക്കറേജ് ബേസിക്കലി റിലയൻസ് സെക്യൂരിറ്റീസ് ബ്രോക്കറേജ് അവർ കോഷ്യസ് പറഞ്ഞിരിക്കുന്ന 2 സെക്ടർ ബേസിക്കലി ഡിഫൻസ് ആണ് ആൻഡ് അതുപോലെ തന്നെ റെയിൽവേസിലെ ബേസിക്കലി റെയിൽവേ സ്റ്റോക്സിലാണ് 2 കോഷ്യസ് ആണ്. കാര്യം അത് വളരെ ഡീസൻറ്റ് റാലിയാണ് നടന്നിട്ടുള്ളത്. അവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്ന 7 സ്റ്റോക്കുകൾ, അവർ പറയുന്ന ഈ 7 സ്റ്റോക്കുകൾക്ക് എക്സലൻറ്റ് ഏൺസ് ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ട്രിഗേഴ്സ് വന്ന് ഈ സ്റ്റോക്കിൽ നല്ലോണം പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ബജറ്റിന് ശേഷം അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ലാർസൻ ആൻഡ് ടൂബ്രോ ആണ്, SRF ആണ് രണ്ടാമത്തത്, സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് മൂന്നാമത്തത്, ടാറ്റ ടെക്നോളജി ആണ് നാലാമത്തത്, ദേവ്യാനി ഇന്റർനാഷണൽ ആണ് അടുത്തത്, രാംകോ സിമെന്റ്സ് ആണ്, ലാസ്റ്റ് കമ്പനി സി എന്റർടൈൻമെന്റ് ആണ്. അവർ പറയുന്ന ഈ ബ്രോക്കർ റിലയൻസ് സെക്യൂരിറ്റീസ് പറയുന്നത് സംതിങ് അറൗണ്ട് 15 to 22% വരെ ഈ സ്റ്റോക്കുകളൊക്കെ ഉയരാമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ JM ഫിനാൻഷ്യൽസ് അവർ ബജറ്റിനെ കുറിച്ചൊരു പേപ്പർ ഇഷ്യൂ ആയിട്ടാണ് JM ഫിനാൻഷ്യൽസ് പറയുന്നത് കണ്ടിന്യൂഡ് ഈ ക്യാപെക്സിലുള്ള ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്, അതായത് ഇൻഫ്രയിലേക്കും അതുപോലെയൊക്കെയുള്ള ബാക്കിയുള്ള ക്യാപിറ്റൽ സ്പെൻഡിങ് ഗവൺമെൻറ് കൂടാനുള്ള സാധ്യത തീർച്ചയായും അവർ ഒരു പരിധിയിലൊക്കെ ബജറ്റിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റിൽ റൂറൽ എക്കോണമിക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മുമ്പിൽ അവർ വലിയൊരു തീമായിട്ട് തന്നെയാണ് റൂറൽ എക്കോണമി അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്ന വലിയൊരു കാര്യം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ, ഇക്വിറ്റീസിൻ്റെ പുറത്തുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം സംഭവിക്കുകയാണെങ്കിൽ, അത് പ്ലസ് ആയിട്ട് സംഭവിച്ചാൽ അത് മാർക്കറ്റിന് വലിയൊരു പ്ലസ് പോയിന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഈവൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ വ്യത്യാസമൊന്നും വന്നില്ലെങ്കിൽ പോലും അത് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവരുടെ ടോപ്പ് പിക്ക് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പ് പിക്ക് അവർ പറയുന്നത് മഹീന്ദ്ര ആണ്, അടുത്ത് ഹീറോ മോട്ടോർ കോപ്പാണ്, ITC ആണ്, സുമിറ്റോമോ കെമിക്കൽസ് ആണ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്, പവർഗ്രിഡ് ആണ്, NTPC ആണ്. അതുപോലെ തന്നെ അവർ ഏതാനും അടുത്ത ലെവൽ കമ്പനീസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട്. സ്വാങ്മി മൂവേഴ്സ് ആണ്, ഭാരത് ഇലക്ട്രോണിക്സ് ആണ്, ഭാരത് ഫോർജ് ആണ്, ബാടെക് ബാബാഗ് ആണ്, L&T ആണ്, DLF ആണ്, അംബുജ സിമെന്റ്സ് ആണ്, APL അപ്പോളോ ആണ്, PFC ആണ്, ഇർക്കോൺ ആണ്. ഇതെല്ലാം ബേസിക്കലി ഇൻഫ്രയായിട്ട് റിലേറ്റ് ചെയ്ത കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്രയ്ക്ക് വലിയൊരു ബൂസ്റ്റ് വരുമെന്നാണ് ബ്രോക്കറേജ് ബേസിക്കലി JM ഫിനാൻഷ്യൽസ് പറഞ്ഞിരിക്കുന്നത്.
അവർ DM ഫിനാൻസ് പറയുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ടാക്സ് കട്ട് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് സ്ലാബിൻ്റെ എക്സ്പാൻഷൻ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ടാക്സിൻ്റെ ലിമിറ്റിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ വരുവാണെങ്കിൽ അത് റൂറൽ ഇക്കോണമിയെ വലിയതായിട്ട് സപ്പോർട്ട് ചെയ്യും. ബേസിക്കലി FMCGനാണ് സപ്പോർട്ട് ചെയ്യാൻ സാധ്യത. അവർ പിക്ക് ചെയ്തിരിക്കുന്ന 4 സ്റ്റോക്കുകളുടെ ഡാബർ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഗോദ്രേജ് കൺസ്യൂമർ, നെസ്ലെ ആണ് അവർ പിക്ക് ചെയ്തിരിക്കുന്ന 4 കമ്പനികൾ. ഏറെ നാളിന് ശേഷം നമ്മൾ റിയാലിറ്റി സെക്ടർ മാർക്കറ്റിലെ ട്രെൻഡിങ്ങിലേക്ക് പുൾ ബാക്കിന് ശേഷം ഒരു കരകയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ റിയാലിറ്റി സെക്ടറിൻ്റെ കരകയറിയാൽ പോലും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണിലേക്കാണ് കയറിയിരിക്കുന്നത്. സോ അത് റിയാലിറ്റി സെക്ടറിൻ്റെ ആ സോൺ ഒന്ന് കട്ട് ചെയ്ത് പോകണം. ആ സോൺ കട്ട് ചെയ്ത് പോകണമെങ്കിൽ 1150 മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് പ്രസൻറ്റ് 1126 കിടക്കുന്നത്. 1150 മുകളിൽ ക്ലോസ് ചെയ്യാൻ തീർച്ചയായും അത് ട്രെൻഡിലേക്ക് മാറി എന്നൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് പറയാൻ സാധിക്കും. ബ്രേക്കൗട്ടിലേക്ക് വന്നതെന്നൊക്കെ പറയാൻ സാധിക്കും. എനിവേ കുറച്ച് നാളിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ സെക്ടർ 1157 ഹിറ്റ് ചെയ്തത് ജൂൺ മാസം 18-ാം തീയതിയാണ്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാന്ന് മുതൽ, അതായത് 15-ാം തീയതി മൺഡേ മുതൽ സെക്ടർ തിരിച്ചൊരു ഡബിൾ ബോട്ടം സപ്പോർട്ട് എടുത്തിട്ട് കയറുന്ന കണ്ടത്. തീർച്ചയായും റിയാലിറ്റി സെക്ടർ കയറുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ തീർച്ചയായും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ആ സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് നല്ലൊരു ബൈ വരുന്നുണ്ടോ, അത് സെക്ടറിൽ എന്താ പറയണ്ടേ ഒരു പ്ലസ് കാണിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ആ സെക്ടറിൻ്റെ ഒരു പ്ലസ് പോയിന്റിലാണ് ഇന്ന് ശോഭ തിരിച്ചു കയറിയത്. ശോഭ 3.97 ആണ് ഇന്ന് റിട്ടേൺ കൊടുത്തത്. അതുപോലെ തന്നെ സൺടെക് റിയാലിറ്റി ശരിക്കും പറഞ്ഞാൽ 614 ഓപ്പൺ ചെയ്തിട്ട് 699 വരെ പോയിട്ടാണ് 630 കുറേ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ പോയി എന്നുള്ള ഒരു വലിയൊരു ഫാക്ടർ നമുക്ക് കാണാൻ സാധിച്ചുവെങ്കിലും ബ്രേക്കൗട്ട് കൊടുത്ത് ബ്രേക്കൗട്ട് സോണിൻ്റെ മുകളിലാണ് സൺടെക് റിയാലിറ്റി ഇന്ന് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടിയും ഇതുപോലെ ഇന്ന് ബ്രേക്കൗട്ടിലേക്ക് പോയി. സോ ഈ 3 സ്റ്റോക്കുകളും നല്ലോണം പെർഫോം ചെയ്ത, പ്രത്യേകിച്ച് ഗോദ്രേജ് പ്രോപ്പർട്ടിയും സൺടെക് റിയാലിറ്റിയും നല്ലോണം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഫീനിക്സ് മിൽസും ഒരു ബ്രേക്കൗട്ട് സോണിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ശരിക്കും ആ സെക്ടറിൻ്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ ഈ സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്യാനായിട്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട് പെർഫോം ചെയ്യുന്ന സെക്ടറാണ് FMCG സെക്ടർ. തീർച്ചയായും ഇന്നും FMCG വളരെ ടോപ്പായിട്ട് ട്രെൻഡ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഇന്നലെയും FMCG ടോപ്പായിട്ട് ട്രെൻഡ് ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ് മാർക്കറ്റ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ IT സെക്ടർ ഒരു നല്ലൊരു ഗ്രോത്ത് ഫ്രൈഡേ കൊടുത്തതിന് ശേഷം ശരിക്കും മൺഡേ ഒരു എന്താ പറയേണ്ടത് ചെറിയ പുൾ ബാക്കാണ് വന്നത്. എന്നിട്ട് വീണ്ടും ട്യൂസ്ഡേയിൽ ശരിക്കും ഒരു ഹാമർ ക്യാൻഡിൽ തിരിച്ചതിൻ്റെ ഒരു എന്താ പറയണ്ടേ ഫ്രൈഡേയിലെ ക്യാൻഡിലെ പകുതിയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റി കൺസെപ്ഷനും അതുപോലെ തന്നെ ഒരു ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ട് എന്താ പറയുക ബ്രേക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം പുൾ ബാക്ക് കഴിഞ്ഞതിന് ശേഷം നീങ്ങുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓട്ടോ സെഗ്മെൻ്റാണ് അടുത്ത. ശരിക്കും ഓട്ടോയിൽ കുറച്ച് പ്രഷറുണ്ട്. കാര്യം ഓട്ടോ കമ്പനികളുടെ സ്റ്റോക്ക് മൂവ്മെൻറ്റ്, അത് ഡിസ്ട്രിബ്യൂട്ടർ സൈഡിലുള്ള ഡീലർ സൈഡിലെ സ്റ്റോക്ക് മൂവ്മെൻറ്റ്സ് വളരെ വീക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാരുതിയുടെ പ്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ ജൂൺ പ്രൊഡക്ഷനിൽ ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. പൊതുവെ ഓട്ടോ കമ്പനീസ് ശരിക്കും കഴിഞ്ഞ 2 മാസമായിട്ട് ഇൻവെൻട്രി വളരെ കൂടിയിട്ടുള്ള ഒരു ലെവലാണ് നിൽക്കുന്നത്. തീർച്ചയായും അത് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈറ്റ് ചെയ്ത് ജൂൺ മാസം 18-ാം തീയതി ഹിറ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് പുൾ ബാക്കി പോയിട്ട് ഇന്ന് വീണ്ടും ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് കയറുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ IT സെഗ്മെൻറ്റ് കണ്ടത്. കൺസ്യൂമർ ഡ്യൂറബിൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്കൗട്ട് സോണിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. സോ അത് നാച്ചുറലി നമുക്ക് കൺസ്യൂമർ ഡ്യൂറബിൾ കമ്പനീസിൽ നമുക്കിത് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് കൺസ്യൂമർ ഡ്യൂറബിൾ കമ്പനീസ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ബ്ലൂ സ്റ്റാറിൽ നമുക്കൊരു 3% അപ്പ് ഇന്ന് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ TTK പ്രസ്റ്റീജിലും ശരിക്കും TTK പ്രസ്റ്റീജും ഒരു ബ്രേക്കൗട്ട് സോൺ അടുത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. TTK പ്രസ്റ്റീജും ഇതുതന്നെയാണ് നമ്മൾ ആംബറും ബ്രേക്കൗട്ട് സോൺ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഇന്നലത്തെ ക്യാൻഡിൽ കുറച്ച് വീക്കായിരുന്നു. സോ തിരിച്ചത് കയറുമെന്നുള്ള നമുക്ക് കാത്തിരുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും വീക്കായിട്ട് പെർഫോം ചെയ്യുന്ന സെക്ടറിൽ ഒന്നാണ് നിഫ്റ്റി മെറ്റൽ. സോ മെറ്റൽ സെക്ടർ തീർച്ചയായും നിങ്ങൾ വളരെ കെയർഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ PSU ബാങ്ക്സ് എടുത്താൽ പെർഫോമൻസിൽ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എസ്പെഷ്യലി PSU ബാങ്ക്സിലെ ഒരു ചെറിയൊരു എന്താ പറയണ്ടേ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ശരിക്കും ഒരു ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും എന്നാലും PSU ബാങ്ക്സിൻ്റെ ആൾ ടൈം ഹൈയിലൊന്നും എത്തിയിട്ടില്ല. ആൾ ടൈം ഹൈ വന്നിരിക്കുന്നത് 8063 അതിനുശേഷം ജൂൺ മാസം 4-ാം തീയതിയിലെ വലിയൊരു ഫാളിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് ഒരു തിരിച്ചുവരവിൻ്റെ എന്താ പറയണ്ടേ ഒരു ലക്ഷണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ട്യൂസ്ഡേയിലും അതിനുശേഷം മിനിങ്ങാത്ത ക്യാൻഡിൽ ബ്രേക്കൗട്ട് ആയിരുന്നു. അതിനുശേഷം വന്ന ഇന്നലത്തെ ക്യാൻഡിൽ ശരിക്കും ആ ബ്രേക്കൗട്ട് ഒരു പുൾ ബാക്ക് സോണിലേക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ആ പുൾ ബാക്ക് സോണിലാണ് ശരിക്കും ഇന്നലത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ഫാമ ടോപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടറാണ് ഫാമ. അതുപോലെ തന്നെ PSUം ടോപ്പ് ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു സെക്ടറാണ്. നമുക്ക് അടുത്തത് നമുക്കൊരു ടിറ്റാഗറ്റ് ബാങ്കർ എന്ന് പറയുന്ന ആ സ്റ്റോക്കിൻ്റെ ഒരു അനാലിസിസിലേക്ക് നമുക്കൊന്ന് നീങ്ങാം.
ടിറ്റാഗെ ബാഗൺ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം ഒരു പുൾ ബാക്കിലായിരുന്നു. ആ പുൾ ബാക്ക് വന്ന് അത് വീക്കിലിയിൽ ശരിക്കും പറഞ്ഞാൽ വീക്കിലിയിൽ റീറ്റസോണിന്റെ ആ ഭാഗത്തു നിന്നും വീക്കിലിയിൽ സ്വിംഗ് ലോയിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ 0.236 ആ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്ത് വേണം നമുക്ക് പറയാൻ സാധിക്കും. 0.236 ഫിബിലാണ് പുൾ ബാക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം എടുത്താൽ നമ്മുടെ ഡെയിലി ഫ്രെയിം നമുക്ക് കാണാൻ സാധിക്കുന്നത് സെയിം എന്താ പറയണ്ടേ ആ ഒരു ലെവലിൽ നിന്നും 0.236 ലെവലിൽ നിന്നും ആ ലെവലിൽ സ്റ്റോക്കിന് മൂവിംഗ് ആവറേജ് 20യുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും വീക്കിലി നമ്മൾ നോക്കാതെ വീക്കിലി 0.236 ലെവലിൽ നിന്നും അതുപോലെ തന്നെ സെയിം ഫിബ് ലെവലിലാണ് ഡെയിലിയും വന്നിരിക്കുന്നത്. ആ ലെവലിൽ നിന്നും ശരിക്ക് ഈ മൂവിംഗ് ആവറേജ് 21 സപ്പോർട്ടും കൂടെ കിട്ടുമ്പോഴത്തേക്കും ശരിക്ക് സ്റ്റോക്കിൽ ഒരു പവർ സോൺ ഡെവലപ്പ് ചെയ്യുമെന്ന് പറയാൻ സാധിക്കും. ഇന്നത്തെയും ക്യാമ്പിൽ നമ്മൾ എടുത്താൽ ശരിക്ക് ആ പവർ സോണിൽ ലോവർ റിജക്ഷനാണ് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ ക്യാൻഡിലും മിനിയാത്തെ ക്യാൻഡിലും ലാസ്റ്റ് 2 ഡേയ്സ് ക്യാൻഡിൽ. സോ ലാസ്റ്റ് 2 ഡേയ്സ് ക്യാൻഡിൽ ഇന്നത്തെ ക്യാൻഡിലും മിനിയാത്തെ ക്യാൻഡിലും ലോവർ റിജക്ഷൻ കാണുക എന്ന് വെച്ചാൽ ഒരു പക്ഷേ അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റുള്ള സാധ്യതകൾ കാണാനുണ്ട്. സാധ്യത എന്നേ പറഞ്ഞിട്ടുള്ളൂ, കൺഫർമേഷൻ നമുക്ക് ഇതുവരെ ആയിട്ടില്ല. കൺഫർമേഷൻ വേണ്ടി നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. വീണ്ടും ആ ഡിമാൻഡ് ക്രിയേഷൻ വരുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. ആ ഭാഗത്ത് നിങ്ങൾക്ക് വോളിയം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഒബ്സർവ് ചെയ്യുക. ഇതൊന്നുമല്ല വീണ്ടും താഴത്തേക്ക് പോകാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ സ്റ്റോക്ക് ശരിക്ക് ആ ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് തന്നെയാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. സോ അത് ട്രെൻഡ് ലൈൻ സ്ലാൻഡിങ് ട്രെൻഡ് ലൈനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ട്രെൻഡ് ലൈനൊക്കെ കട്ട് ചെയ്ത് പോയാൽ മാത്രമേ സ്റ്റോക്കിന് തിരിച്ചു കയറാനുള്ള സാധ്യതകളുള്ളൂ. എനിവേ അറ്റ് പ്രസന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ഭാഗത്തുള്ള 0.236 ഫിബ് ലെവലിലും അതുപോലെ തന്നെ മൂവിംഗ് ആവറേജ് 21 ലെവലിലും ആ ഒരു സപ്പോർട്ട് സോണിൽ സ്റ്റോക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് വിത്ത് വോളിയം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. സപ്പോസ് വീണ്ടും താഴെ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ആ സപ്പോർട്ട്സ് നമുക്കൊന്നുകൂടെ 1503 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്ന 1704 അതിനുശേഷം ഒന്നുകൂടെ സ്റ്റോക്ക് ഒന്ന് താഴെ പോയാൽ 1503 ലെവലിൽ 1503 ലെവലിൽ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 1548-നും 1503-നും ഇടയ്ക്കുള്ള സോണാണ് അടുത്ത സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള സോൺ.